നിങ്ങൾക്കെതിരെ ചിലർ അഴിച്ചുവിടുന്ന വിഷയമ്പ്, തീയമ്പ്, തീ തുപ്പിക്കൊണ്ട് നിന്റെ അടുക്കലേക്ക് വരും. പക്ഷെ നിന്റെ മേൽ വെളിപ്പെടുന്ന വിശ്വാസത്തിന്റെ മുമ്പിൽ ആ തീ തന്നെ കെട്ടുപോകും. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം. ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പി. ഒരു ദൈവപൈതലിന്റെ സ്പിരിച്വൽ ലൈഫ് എങ്ങനെയാണെന്ന് കാണിക്കുന്നതാണ് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 16 വരെയുള്ള വാക്യം. അവിടെ ധന്യനായ പൗലോസ്ലീഹ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ച് താഴോട്ട് വരുമ്പം സ്തോത്രം, വിശ്വാസത്തെ ഒരു പരിചയമായിട്ടാണ് പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്നത്. യുദ്ധക്കളത്തിൽ യുദ്ധത്തിന് പോകുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ വലതു കൈയിൽ ഒരു വാളുണ്ട്, ഇടത് കൈയിൽ ഒരു പരിചയമുണ്ട്. വലതു കൈയിലെ വാളുകൊണ്ട് ശത്രുവിനെ നിഗ്രഹിക്കുകയും ഇടത് കൈയുടെ പരിച കൊണ്ട് തനിക്കെതിരെ വരുന്ന ആയുധങ്ങളെ തടയുകയും ചെയ്യും. ഒരു ദൈവപൈതലിനോട് ബന്ധപ്പെട്ട് പറയുകയാണ്, വിശ്വാസം അവനൊരു പരിചയമാണ്. അബ്രഹാമിനോട് ദൈവം പറയുമ്പം, അബ്രഹാമേ ഞാൻ നിനക്ക് പരിചയമാണ്. സങ്കീർത്തനത്തിൽ വേറൊരു ഭാഗത്തിൽ വായിക്കുമ്പോൾ, ഞാൻ നിനക്ക് ചുറ്റും പരിചയമാണ് എന്ന് പറഞ്ഞാൽ ഒരായുധവും നിനക്ക് ഫലിക്കാതെ വണ്ണം ദൈവം നിനക്ക് പരിചയമായി നിൽക്കുകയാണ്. ഇവിടെ ദുഷ്ടന്റെ തീയമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്കെതിരെ ചിലർ അഴിച്ചുവിടുന്ന വിഷയമ്പ്, തീയമ്പ്, തീ തുപ്പിക്കൊണ്ട് നിന്റെ അടുക്കലേക്ക് വരും. പക്ഷെ നിന്റെ മേൽ വെളിപ്പെടുന്ന വിശ്വാസത്തിന്റെ മുമ്പിൽ ആ തീ തന്നെ കെട്ടുപോകും. അർത്ഥാൽ എന്താന്ന് ചോദിച്ചാൽ, യെശയ്യാവ് പ്രവചിച്ച വാക്യം എടുത്തു പറയണം, നിനക്ക് വിരോധമായി വരുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പം നിന്റെ ലൈഫിനെ തച്ചുടയ്ക്കുവാൻ, നിന്റെ കുടുംബ ബന്ധത്തെ ശിഥിലമാക്കുവാൻ, സന്തതിയുടെ ഫ്യൂച്ചറിനെ നിർമൂലമാക്കുവാൻ ദുഷ്ടശക്തികൾ അഴിച്ചുവിടുന്ന തീയമ്പുകൾ, തീ തുപ്പിക്കൊണ്ട് നിനക്കെതിരെ പാഞ്ഞു വന്നാലും നീ പിടിച്ചിരിക്കുന്ന വിശ്വാസം എന്ന പരിചയുടെ മുമ്പിൽ ആ തീയമ്പുകൾ കെട്ടുപോകും. നിന്നെ ഒരു ശക്തിക്കും തൊഴാൻ പറ്റത്തില്ലെന്ന് ഇവിടെ പൗലോസ്ലീഹ എഫെസോസിലെ സഭയെ പറഞ്ഞുറപ്പിക്കുകയാണ്. ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, വിശ്വാസം എന്ന പരിച മുറുക്ക പിടിച്ചു. യേശുവിൽ വിശ്വസിക്കുന്ന നിന്റെ ജീവിതം പരാജയപ്പെടത്തില്ല. നിനക്കെതിരെ വരുന്ന എല്ലാ അസ്ത്രങ്ങളെയും എന്റെ ദൈവം കെടുത്തിക്കളയും. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, വിശ്വാസം എന്ന പരിച പിടിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് ഓരോ ദിവസവും ബലം തരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും വിശ്വാസം എന്ന പരിചയം എടുത്ത് മുന്നോട്ട് പോകാം. ഗോഡ് ബ്ലസ് യു.